കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ്, അഭൗതികമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമാണ് എന്ന് പറഞ്ഞെടുത്തുനിന്ന് പിന്നെ മാറി ജിന്നും മലക്ക് അഭൗതികമാണ് എന്ന് വന്നു. അപ്പോൾ സ്വാഭാവികമായും കുറേ ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും വന്നു. ഇപ്പം മലക്കമ്മടിയാണ്. ഇപ്പം കണ്ടുപിടുത്തം എന്താണ്? യഥാർത്ഥ അഭൗതികം അല്ലന്നെ ഉള്ളൂ, ജിന്നും മലക്കൊന്നല്ല. എന്നാൽ പിന്നെ എങ്ങനെ എല്ലാം ശിർക്കായി മാറുക? കാരണം എന്താ അറിയോ? ഇപ്പം ചോദ്യങ്ങൾ വരികയാണ്, ജിന്ന് ഉപദ്രവിക്കുന്നു വിചാരിച്ച ശിർക്കാവണ്ടേ? അതിന് ഉത്തരമില്ല. ജിന്ന് സഹായിക്കുന്നു വിശ്വസിച്ചാൽ, പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ ശിർക്കാവണ്ടേ? ഉത്തരമില്ല. ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. ജിന്നും മലക്കും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ? ഇതിന് മാത്രം ഉത്തരം കിട്ടിയാൽ എല്ലാ പ്രശ്നം തീരും. ബാക്കിയൊന്നും വേണ്ട. ജിന്നും മലക്കും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ? അപ്പുറത്താണ് എന്നാണോ എങ്കിൽ സമസ്തക്കാരുടെ വാദം അതാണ്. ഇപ്പുറത്താണ് എന്നാണോ എങ്കിൽ നിങ്ങൾ വിസ്തൃത ആശയം സ്വീകരിച്ചു കഴിഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല.